നല്ല അടിപൊളി പച്ചമാങ്ങി നല്ല സൂപ്പറായിട്ടുള്ള സ്രാവ് മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണക്കസ്രാവാണ്. അപ്പോൾ ഉണക്കസ്രാവും പച്ചമാങ്ങയും വെച്ചിട്ട് സാധാരണ എല്ലാവരും എന്താ ഉണ്ടാക്കുക, നല്ലൊരു കറി വയ്ക്കില്ലേ. അപ്പോൾ നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് ഇന്ന് നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണേ, ഉണക്കസ്രാവും പച്ചമാങ്ങയും വെച്ചിട്ടുള്ള. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ സിരിയലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങേൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നല്ല നാടൻ പച്ചമാങ്ങ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കൊടുത്തയച്ചതാണ്, ഷീജേച്ചി എന്ന് പറയും. ഓരോ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ അവരെ വീട്ടിലുണ്ടായാലൊരു ഓരിമ്മക്കും കൂടി തന്നതാണ്. ഞാൻ നോക്കുമ്പോൾ അച്ചാറിടാൻ മാത്രമൊന്നും ഇല്ല, 2 മാങ്ങയാണ് തന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് മാങ്ങ ഇങ്ങനെ ചെത്തുമ്പോൾ തന്നെ നമ്മളെ വായിൽ ഇങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ. ഇത്രയും നല്ല മാങ്ങ വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി എന്താ ഇപ്പം ഉണ്ടാക്കുകയെന്ന്. അപ്പം എനിക്ക് കിട്ടിയതാണ് ഈ ഒരു ചമ്മന്തി. ഈ മാങ്ങേൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഷീജേച്ചിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കും എന്ത് മാങ്ങ ഞങ്ങൾ തന്നേന്ന്. കാരണം മക്കളെ കയ്യിലൊക്കെ എന്തെങ്കിലും കൊടുത്തയക്കുമ്പോൾ ഓരും ഇങ്ങോട്ട് വാങ്ങി പോരാന്നല്ലാതെ അതിൻ്റെ പേരും വിത്തൊന്നും ചോദിക്കില്ലല്ലോ. നമ്മൾ പെണ്ണുങ്ങളല്ല അതൊക്കെ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ മാങ്ങേനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ, ഏത് വിഭാഗത്തിൽപ്പെട്ട മാങ്ങയാണെന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോണ്ട് കേട്ടോ. അപ്പം മാങ്ങേൻ്റെ തൊലിയൊക്കെ ഇതാ മുഴുവനായിട്ട് ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണം മുറിക്കാം. അണ്ടി നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് മൂത്ത മാങ്ങയാണേ. ഇത് നല്ലൊരു ക്രീം കളറുണ്ട്. അപ്പോൾ ഏകദേശം പഴുക്കാൻ കുറച്ച് ദിവസങ്ങളും കൂടി വേണ്ടി വരും. നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇങ്ങനെ മുറിച്ച് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങയായി. ഇനി അടുത്തത് മീൻ. നല്ല വൃത്തിയുള്ള ഉണക്ക സ്രാവാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ സ്രാവിൻ്റെ ബാക്കിൽ ഇതാ ഒരു ചിറകുണ്ട്. നമുക്ക് ആദ്യം ചിറകിനെ വെട്ടി ഒഴിവാക്കുക. കത്രികയ്ക്ക് കുറച്ചൊരു മൂർച്ചം കുറഞ്ഞ് വരുന്നുണ്ട്. കത്രികയ്ക്ക് മൂർച്ചം കുറഞ്ഞാലേ കുട്ടേൻ്റെ തോടെടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയെന്ന് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ആക്കി കൊടുത്തിട്ടില്ല, ഇനി ആക്കി കൊടുത്തു നോക്കണം. അപ്പോഴേ എൻ്റെ കത്രികയെ വളരെ മൂർച്ചം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കത്രിക ഒഴിവാക്കിയിട്ട് കത്തിയെടുക്കട്ടെ. എന്നാൽ പിന്നെ എന്തായാലും നമുക്ക് മീൻ വറുത്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിനെ എടുക്കാം കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിലത്തെ ഈ ഒരു തൊലിയില്ലേ, ഈ തൊലി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിച്ചാൽ അങ്ങോട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് പൊളിച്ചിട്ട് കൊടുക്കട്ടെ. ചില സ്രാവ് മീൻ്റെ ഈ തൊലി ഭാഗത്തെ നിറയെ മണലുണ്ടാവും. ഇത് പിന്നെ അങ്ങനത്തെ മണലുള്ള ഐറ്റം ഒന്നല്ല കേട്ടോ. തൊലി കളയാതെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഞാൻ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ തൊലി അരഞ്ഞ് കിട്ടൂല. പക്ഷെ നന്നായിട്ട് ഇങ്ങനെ മൊരിച്ച് വറുത്താൽ അരഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കൂടി ചെയ്താലേ നമുക്കിത് വറുക്കാം. ഞാനിപ്പോൾ ഈ സ്രാവ് മീൻ കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കണമെന്നില്ല കേട്ടോ. കാരണം നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ ചമ്മന്തിയിൽ നമുക്ക് അതിനനുസരിച്ച് ഉപ്പ് കുറച്ചെടുക്കാം. ഉണക്കമീൻ വറുത്തെടുക്കണ്ടേ, അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ. ഈ മീനിലേക്ക് നമ്മൾ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഒന്നും ചേർക്കാതെ നമ്മളിതാ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലായിടും മൊരിഞ്ഞ് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണേനെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഭാഗം ഒന്ന് തിരിച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞങ്ങോട്ട് വേവണം. അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള ഉണക്കമീൻ വാങ്ങട്ടെ. ഈ മാങ്ങേൻ്റെ സൈഡിലേക്ക് തന്നെയാണ് വെച്ചെടുക്കട്ടോ. കാരണം നമുക്കെല്ലാം കൂടി കൂട്ടി അരയ്ക്കാനുള്ളതാണല്ലോ. വീണ്ടും ആ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനറിയോ, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല എരിവുള്ള വറ്റൽമുളകാണേ, അത് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്തിട്ടുണ്ട് വറ്റൽമുളക്. ഇങ്ങനെ വറ്റൽമുളകിനതാ ഈ ഒരു കൂട്ടിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അടുത്തായിട്ട് ഇതാ ഒരു ഇത്തിരി വെളിച്ചെണ്ണ അതിൽ ബാക്കിയില്ലേ, അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഒന്നങ്ങോട്ട് പൊരിച്ചെടുത്ത ആ ഒരു കറിവേപ്പിലേനെയും ഒറ്റത്തട്ട് നമ്മളാ ഒരു മിക്സിലേക്ക്. അങ്ങനെ ഇവന്മാരെല്ലാവരും കൊണ്ട് നമ്മൾ നേരെ ഒന്നുകിൽ മിക്സിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അമ്മീൻ്റെ അടുത്തേക്ക്. നമ്മളെങ്ങോട്ടാ പോവുക, നമുക്ക് അമ്മീൻ്റെ അടുത്തേക്ക് പോവാം അല്ലേ. എന്നാൽ പൊരി. അങ്ങനെ നമ്മൾ അമ്മീനൊക്കെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമീൻ ഒന്നങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താലേ അരയ്ക്കാൻ നല്ല സുഖം ഉണ്ടാവും. പൊടിയായിട്ട് അങ്ങനെ അരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഉണക്കമീൻ. ഞങ്ങൾ എടുക്കണില്ലേ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് മാങ്ങയും കറിവേപ്പിലയും. അപ്പോൾ പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അരച്ചെടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാനിതാ കുറച്ച് കല്ലുപ്പ് ഇങ്ങനെ ഈ മാങ്ങേൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ. ചേർത്തങ്ങോട്ട് അരയ്ക്കാം. അങ്ങനെ ഇതാ മാങ്ങയും ഉണക്കമുളകും ഉണക്കമീനും എല്ലാം കൂടി ഞാനിതാ അരച്ച് വെച്ചിട്ടുണ്ടേ. എല്ലാം കൂടി ഒന്നിങ്ങോട്ട് ഇളക്കി മറിച്ചെടുക്കണ്ടേ. എല്ലാ ഭാഗത്തേക്കും മാങ്ങേൻ്റെ പുളിയും ഉണക്കൽ മീനിൻ്റെ ടേസ്റ്റും മുളകിൻ്റെ എരിവും ഒക്കെ പാടെ അങ്ങോട്ട് ചേർന്ന് നിൽക്കണ്ടേ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഇങ്ങനെ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കണം. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് മാറ്റണേ.
അപ്പോൾ അത്യാവശ്യത്തിന് നല്ല എരിവും ആ ഒരു മാങ്ങേൻ്റെ പുളിപ്പും എന്താ പറയുക നല്ലൊരു ഉണക്കമീൻ്റെ മണവും ആ ഒരു രുചിയൊക്കെ ഉള്ള ആ ഒരു ചമ്മന്തി ഇങ്ങനെ കാണുമ്പോ തന്നെ ഉണ്ടല്ലോ, കാണുമ്പോ തന്നെ എന്താ നാവുമ്മലൊക്കെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വരിക. ഇങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ചമ്മന്തിന്റെ അച്ചാറിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഒക്കെ ആകുമ്പോ പിന്നെ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട്? ഇതന്നെ എനിക്ക് വെള്ളം വരുന്നുണ്ട്. പിന്നെ നോക്കിന്നിട്ട് കാര്യമില്ലല്ലോ, കഴിക്കന്നെ. ആ മാങ്ങേന്റെ പുളിപ്പ് കണ്ട് വരുമ്പോ ഉണക്കൽ മീൻ്റെ ആ ടേസ്റ്റും പിന്നെ ആ മുളകിന്റെ എരിവും അങ്ങനെ 3-4 തരം ടേസ്റ്റുകൾ. സൂപ്പർ സാധനം. കൂടെ നല്ല കോമ്പിനേഷനാ, നല്ല രസം ഉണ്ടാവും. അതെ, ഈ മാങ്ങ കഴിയണ നാടൻ തന്നെ നോക്കിയാൽ വളരെ നന്നായി എനിക്ക് തോന്നുന്നു. അതിന്റെ ആ പുളിപ്പ് ഇങ്ങനെ ശരിക്കും അറിയാത്ത മാങ്ങതാ. പിന്നെ നമ്മളെ അമ്മീമിലാണല്ലോ അരച്ചേ, അപ്പൊ അതിനൊക്കെ നല്ല പുളിപ്പുണ്ട്. ആ മാങ്ങന്റെ കഷ്ണം ഉണ്ടാവുമ്പോഴേ അപ്പൊ അതിന്റെ ആ പുളിപ്പ് ഇങ്ങനെ കൂടുതൽ നിൽക്കണം. അപ്പൊ ഒരു പ്രത്യേക രസമാണ്. പിന്നെ സ്രാവ് മീൻ വെച്ചിട്ട് മാത്രം നല്ല കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ പറ്റുക. ഈ മാങ്ങയൊക്കെ വെച്ചിട്ട് തളമീൻ എനിക്ക് ഇടത്തേമ്മ, അതായത് എൻ്റെ അമ്മ പിന്നെ തളമീൻ്റെ തല എടുത്തിട്ടേ അതിൻ്റെ ഉള്ളിലത്തെ ആ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം പുറം ഭാഗം നല്ലോണം ഇങ്ങോട്ട് മുരിക്കും. അതായത് നല്ല ക്രിസ്പി ആയിട്ടിട്ട് മുരിച്ചിങ്ങോട്ട് വറക്കും. ആ മുരിച്ചിങ്ങോട്ട് വറുത്തതിന് ശേഷം ഇതേപോലെ നല്ലപോലെ മാങ്ങയൊക്കെ ചെത്തി അതിൻ്റെ കൂടെ കൂട്ടി നല്ല എരിവുള്ള കാന്താരി മുളകാണെങ്കിൽ അതും പറ്റും, വറ്റൽ മുളകും അങ്ങനെയും പറ്റും. എന്നിട്ട് അങ്ങോട്ട് അരയ്ക്കും അമ്മയിൽ. എന്നിട്ട് ഞങ്ങൾ രണ്ടാൾ 10 മണിക്ക് ചോറിനും കഞ്ഞിക്ക് കഞ്ഞിങ്ങ നിക്കാതെ കുടിക്കുമ്പോൾ ഈ സാധനം. ഞാനും അടുത്തമ്മയും കൂടി ആദ്യമൊക്കെ തോട്ടിക്ക് പോട്ടോ കുളിക്കാന്. ഇവൻ ചെറിയ കുട്ടിയാണ് കേട്ടോ അന്നൊക്കെ. അപ്പൊ ഞാനും അടുത്തമ്മയും കൂടി തോട്ടിക്ക് കുളിക്കാൻ പോകും. കുറേ തിരുമ്പാണ്ടാവും. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി തിരുമ്പി വരുമ്പോഴേക്ക് നല്ല വിശപ്പാവും. ഏകദേശം ഒരു 10-15 മണിക്ക് ആയി ഉണ്ടാവും. ആ നേരത്ത് രാവിലെ പോയതാവും. എന്നിട്ട് അപ്പൊ അടുത്തമ്മയ്ക്ക് ഉണ്ടാവും ഈ ഒരു ചമ്മന്തി അരക്കല്. എൻ്റെ അമ്മയ്ക്ക് ആലോചിക്കുമ്പോ തന്നെ വെള്ളം വരുന്നത്. എല്ലാരും ആ നൊസ്റ്റാൾജിയ എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ എന്തെങ്കിലുമൊക്കെ നൊസ്റ്റാൾജിയ. ചമ്മന്തി അറിയുമ്പോൾ എപ്പോഴും നമുക്ക് ഓരോ നൊസ്റ്റാൾജിയാണ്. ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കി പോരുന്ന സാധനം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഒന്നും കൂടി ആ നൊസ്റ്റാൾജി അങ്ങനെ അയവിറക്കുക. ഞാനിപ്പോ ഞങ്ങളെ കീശേരി വീട്ടിൽ ആ പഴയ തോടിന്റെ അവിടെ പണ്ടത്തെ കാലത്ത് പോയി. ഞാൻ കഞ്ഞിയൊക്കെ അതാ ഞാൻ പറഞ്ഞു. എനിക്ക് എപ്പോഴോ ഒരു തവണ അതേപോലെ കഞ്ഞിന്റെ ഇതൊക്കെ കൂട്ടി കഴിച്ചൊരു ഓർമ്മ. കാരണം അച്ചച്ചക്ക്, അതായത് എന്റെ അച്ഛന് ഇവന്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു 10 മണിക്ക് ഒരു കഞ്ഞിയും ചമ്മന്തിയും ഉണക്കൽമീനും. അതാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇത്രയും നല്ല നല്ല നൊസ്റ്റാൾജിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. അവർക്കൊക്കെ എന്നാ ഒരു ഓർമ്മ പുതുക്കിക്കോട്ടെ അല്ലേ? അതെ. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം. തേങ്ങ ചേർക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ തേങ്ങയൊന്നും ചേർക്കാതെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള അതേ രീതിക്ക് തന്നെ നിങ്ങൾ ഉണ്ടാക്കണേ. അപ്പം നിങ്ങൾ നല്ല നല്ല കമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.